ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ജ്യൂസ് ആയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കരിമ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാൻ ഒരു കരിമ്പ് ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചീകി പിന്നെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇച്ചിരി പാടാണ്, ഇങ്ങനെ കട്ടിയല്ലേ ഉള്ളതല്ലേ. അപ്പോൾ അത് ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിപ്പം കസ്കസ് എന്ന് പറയും. ഇവിടെ കശകശ പല സ്ഥലങ്ങളിൽ പല രീതി. ഇവിടെ കസ്കസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു സ്പൂണിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാൻ വേണ്ടി കുറച്ച് അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഇതായി വരും. അപ്പോൾ അതിന് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് അത് വെക്കുന്നുണ്ട്. ഇത് റെഡിയാവും. ബാക്കി ജ്യൂസൊക്കെ അടിച്ച് വരുമ്പോൾ തന്നെ ഇതങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ചത് അപ്പം മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറിൽ ഞാനിതിപ്പോൾ പകുതിയോളം ഇടുന്നുള്ളൂ. 2 രീതിയിലായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. 2 വട്ടമായിട്ടാണ് അടിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ആദ്യത്തെ ഒരു വട്ടം ഞാൻ ഇതിപ്പോൾ പകുതി ഇട്ടെടുത്ത് പകുതി ഇതിൻ്റെ കൂടെ അടിച്ച് മിക്സ് ആക്കുന്നേ ഉള്ളൂ. ഇത് പിന്നെ അരിച്ചെടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ഇതിപ്പോൾ മിക്സിയിലിട്ട് ഇതൊന്നും അടിച്ചെടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി മതി. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീരോളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് പഞ്ചസാര ഇടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അടിച്ചെടുക്കുമ്പം കരിമ്പല്ലേ മധുരം കാണുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ മധുരം കാണത്തില്ല. അല്ലാതെ കുടിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ ടേസ്റ്റിന് വേണ്ടി ഒരു 3 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, മധുരം ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മധുരം ഇടണം ആവശ്യമുള്ളവർ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പം ഞാനൊരു 3 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക. ഇത് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ അരിച്ച് കാണിച്ചത് ഞാൻ കാണിക്കുന്നില്ല, അരിച്ച് കാണിച്ചതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് അരിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇതിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം അരിച്ച് വെച്ചതിന് ശേഷം മറ്റേതും കൂടെ അടിച്ച് മിക്സ് ആക്കിയാൽ മതി. രണ്ടാമത് അടിക്കുമ്പം ഇത് ഇടണമെന്ന് ആവശ്യമില്ല. മല്ലിയും ഇഞ്ചിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആദ്യം ഇപ്പം ഇട്ട സമയത്ത് ഇട്ടാൽ മതി. പിന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കസകസ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് ഇടുന്നതിൻ്റെ മുമ്പ് സോഡ വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കാം. കുറച്ച് ഐസ് വേണമെങ്കിൽ ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഇതാക്കാം. പക്ഷേ ഇങ്ങനെ കുടിക്കാനും ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുപ്പിച്ചാലും കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ കൂടുതൽ തണുപ്പിക്കുന്നില്ല. അത് ഐസ് ഇട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ല, തണുത്ത സോഡയൊക്കെ ഒഴിച്ച് വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ വീഡിയോ ഫുള്ളും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.